Ahab told everything. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. Ahab told everything to Jezebel. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്നെ ശ്രദ്ധിച്ചേ, എന്നെ ചിന്തിപ്പിച്ച വിഷയം ഞാൻ പറയാം. ഇതെല്ലാം കേട്ടപ്പോൾ ജെസബേൽ എന്ത് പറയണമായിരുന്നു? ബാലല്ല സത്യദൈവം, അശേരല്ല സത്യദൈവം, തീയിറക്കുന്ന ദൈവം, മഴ തരുന്ന ദൈവം, അവനാണ് സത്യദൈവം എന്ന് ജെസബേൽ പറയണമായിരുന്നു. അത്ഭുതങ്ങൾ കേട്ടിട്ടും ദൈവപ്രവൃത്തി കണ്ടിട്ടും അവളുടെ ഹൃദയത്തെ കഠിനമാക്കി. വചനം പിടികിട്ടിയല്ലോ. ദൈവ പ്രവർത്തികൾ കാണുമ്പോൾ ഹൃദയം കഠിനമാക്കരുത്. കേട്ടോ ദൈവസഭയെ, ശക്തമായ പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുക. ദൈവ പ്രവർത്തി കാണുമ്പോൾ, ദൈവം അവസരങ്ങൾ പിന്നെയും തരുമ്പോൾ, ദൈവ പ്രവർത്തികൾ നീ പിന്നെയും കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. യെസബേൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ വചനം കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസബേൽ എന്ത് ചെയ്തെന്നറിയാമോ? അവളുടെ in her pride, in her arrogance, she decided to go against the servant of God. അഭിഷിക്തന്മാർക്കെതിരെ പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. യെസബേലിന് കോപം വന്നു. ഇതെല്ലാം കേട്ടിട്ടും മാനസാന്തരപ്പെടാനൊന്നും മനസ്സാക്കിയില്ല. What did she decide? She decided to kill the anointed servant of God, Elijah. കേട്ടോ, എന്നെ ശ്രദ്ധിച്ചേ. ഏലിയാവിനെ കൊല്ലുവാൻ അന്യദേശക്കാരിയായ അന്യാരാധനക്കാരിയായ ജെസബേൽ അഭിഷിക്തനായ ഏലിയാവിനെ കൊല്ലുവാൻ അവൾ തീരുമാനമെടുത്ത് അവിടെ വായു കൊണ്ട് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു തീരുമാനമെടുത്തു. ഇവളുടെ അന്ത്യം സ്വർഗത്തിൽ കുറിച്ചു. കേട്ടോ, വചനമൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ഭയപ്പെടണം കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് അഭിഷിക്തന്മാർക്കെതിരെ ദൈവമക്കൾക്ക് വേണ്ടി അതും ഇതും പറയുമ്പോൾ സൂക്ഷിച്ചോണം. നീ പറയുന്നത് നിനക്ക് ന്യായവിധിയായിട്ട് വരരുത്. കേട്ടോ ദൈവസഭയെ, സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കർമ്മേൽ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് നിന്ന അഭിഷക്തന് വേണ്ടി ഹല്ലേലൂയ അവനെ ഭീഷണിപ്പെടുത്തുവാൻ, കൊന്നുകളയുവാൻ യെസബേൽ തീരുമാനിച്ചാൽ, ഏലിയാവേ നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. യെസബേൽ നിനക്ക് വേണ്ടി തീരുമാനിക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കും. Receive it in the name of Jesus. Hallelujah. ലോകം നിനക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ കരുതിക്കൊള്ളുവാൻ തീരുമാനമെടുക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, വായിച്ച വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? യെസബേൽ തീരുമാനിച്ചത് എന്താണെന്നറിയാമോ? ഏലിയാവിന്റെ യാത്ര ഇവിടം കൊണ്ട് തീരണം. ഏലിയാവിന്റെ യാത്ര കേട്ടോ ദൈവമക്കളെ, വചനം ഏറ്റെടുത്തേ. ജെസബേൽ തീരുമാനിച്ചത് എന്താ? ഏലിയാവിന്റെ യാത്ര ഇവിടം കൊണ്ട് തീരണം. ജെസബേൽ തീരുമാനിച്ചത് എന്താ? What did Jezebel decide? His journey should end here. നിന്നെ കുറിച്ച് ആരാ തീരുമാനിക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവം. 1 Kings chapter 19 verse 7 തീരുമാനിച്ചു എന്താ? You have a great journey. Hallelujah. നിനക്ക് വലിയൊരു യാത്ര മുൻപിലുണ്ട്. കേട്ടോ ദൈവമൈതലേ, ലോകം നിനക്ക് വേണ്ടി തീരുമാനിക്കുന്നതല്ല നിന്റെ തീരുമാനം. ദൈവം നിനക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിനക്കൊരു യാത്രയുണ്ട്. You have a great journey before you. Shall we stand?